ഇപ്പോൾ സമയം വെളുപ്പിന് 4:30. സംസ്ഥാന അതിർത്തിയിലെ പ്രധാന ചെക്ക് പോസ്റ്റായ അമരവിള വഴി പോലീസ് ഒത്താശയോടെ കോഴിക്കടത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകളായി. മുമ്പ് ഊടുവഴികളുടെയും സമാന്തര പാതകളുടെയുമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് കോഴി കടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കടത്തുന്നത് അധികൃതരുടെ കൺമുമ്പിലൂടെ. ബൈക്കുകളിൽ തലകീഴായി കെട്ടിത്തൂക്കിയ നിലയിൽ ആയിരക്കണക്കിന് കോഴികളാണ് ദിവസവും അതിർത്തി കടക്കുന്നത്. സംസ്ഥാന അതിർത്തിയിലെ പ്രധാന ചെക്ക് പോസ്റ്റായ അമരവിള വഴിയാണ് നികുതി വെട്ടിച്ച് കോഴിക്കടത്ത് തുടരുന്നത്. ഇതിന് എക്സൈസ് നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദം ഉണ്ടെന്ന് വ്യക്തം. ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ കാഴ്ചക്കാരായി നിൽക്കുന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സർട്ടിഫിക്കറ്റ് സഹിതം വേണം അതിർത്തിക്കപ്പുറത്തു നിന്ന് കോഴികളെത്തേണ്ടതെന്ന ഉത്തരവും ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു. വെളുപ്പിന് 3 മണിക്ക് ആരംഭിക്കുന്ന കോഴിക്കടത്ത് 7 മണി വരെ തുടരുന്നു. അമിത വേഗതയിലാണ് ഇവിടെ ബൈക്കുകൾ അതിർത്തി കടക്കുന്നത്. പോലീസ് ഒത്താശയോടെ ബൈക്കുകളിൽ കെട്ടിവെച്ച നിലയിൽ 100 കണക്കിന് കോഴികളാണ് ഇങ്ങനെ അതിർത്തി കടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന കോഴികളിൽ നല്ലൊരു ശതമാനത്തിന്റെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇറച്ചിയായി ഹോട്ടലുകളിലെത്തും. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധന കർശനമാക്കിയെങ്കിലും കോഴി കടത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് നമ്പർ പ്ലേറ്റുകൾ പോലുമില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പ്രത്യേക സ്ക്വാഡിന്റെ പ്രവർത്തനവും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അമരവിള ചെക്ക് പോസ്റ്റിൽ നിന്നും ക്യാമറാമാൻ ടാറ്റസ് വേലാവിനൊപ്പം ആസിം മുഹമ്മദ്, മീഡിയ 1, തിരുവനന്തപുരം.